സുഹൃത്തുക്കളെ, ലോൺ എടുക്കുന്നത് ശരിക്കുമൊരു വിഡ്ഢിത്തമാണോ? കടം എപ്പോഴും പാവപ്പെട്ടവരെ കൂടുതൽ ദരിദ്രരാക്കുക മാത്രമാണോ ചെയ്യുന്നത്? കുട്ടിക്കാലം മുതൽ നമ്മെ പഠിപ്പിച്ചത് ഇതാണ്. മക്കളെ, കടം വാങ്ങരുത്. ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് അകന്നു നിൽക്കുക. പുതപ്പിന്റെ നീളത്തിനനുസരിച്ചേ കാല് നീട്ടാവൂ. ജോലി തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, കടം അത്രയ്ക്ക് മോശമായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ലോണും ഡെപ്റ്റും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് കോടീശ്വരന്മാർ ബാങ്കിൽ നിന്ന് പണമെടുത്ത് കൂടുതൽ സമ്പന്നരാകുന്നത്? അവർക്ക് പണത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ? അതോ അവർക്ക് പണത്തിന്റെ കളി അറിയാവുന്നതുകൊണ്ടാണോ? ഇന്നത്തെ ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കും എങ്ങനെ ശരിയായ മൈൻഡ്സെറ്റ്, ശരിയായ സാമ്പത്തിക വിദ്യാഭ്യാസം, സ്മാർട്ട് ലെവറേജ് എന്നിവയിലൂടെ ലോൺ ഒരു ഭാരമല്ലാതാക്കി വെൽത്ത് ക്രിയേഷനുള്ള ഒരു ആയുധമാക്കി മാറ്റാമെന്ന്. പാർട്ട് 1. ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് ലോണിനെ ഭയക്കുന്നത്? ഇന്ത്യയിൽ ലോൺ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം ജനിക്കുന്നു. ആരെങ്കിലും ലോൺ എടുത്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ചോദ്യങ്ങളും ഉയരും. എന്തിനെടുത്തു? എത്ര എടുത്തു? എങ്ങനെ തിരിച്ചടയ്ക്കും? നമ്മുടെ സമൂഹത്തിൽ കടം പലപ്പോഴും ഒരു ഭാരമായാണ് കാണപ്പെടുന്നത്. കുട്ടിക്കാലം മുതൽ നമ്മെ പഠിപ്പിക്കുന്നത് കടത്തിൽ നിന്ന് എത്രത്തോളം അകന്നു നിൽക്കുന്നുവോ അത്രയും നല്ലതെന്നാണ്. മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുന്നു, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കടം മാത്രം വാങ്ങരുത്. ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് അകന്നു നിൽക്കുക. പുതപ്പിന്റെ നീളത്തിനനുസരിച്ചേ കാല് നീട്ടാവൂ. ഈ ചിന്ത തെറ്റല്ല, എന്നാൽ ഇത് മുഴുവൻ സത്യവുമല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആളുകൾ ലോണിന്റെ ഒരു നെഗറ്റീവ് മുഖം കൂടുതലായി കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകളുടെ മനസ്സിൽ ലോൺ എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നം എന്നായി മാറിയത്. ആളുകൾ പേഴ്സണൽ ലോൺ എടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെ അത് തിരിച്ചടയ്ക്കാൻ വർഷങ്ങളെടുക്കുന്നു. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു, പക്ഷേ കാലക്രമേണ അതിൽ ഭീമമായ പലിശ വന്ന് ചെറിയൊരു പർച്ചേസ് പോലും വലിയ പ്രശ്നമായി മാറുന്നു. പുതിയ കാർ വാങ്ങാൻ പലരും EMI തുടങ്ങും. എന്നാൽ കുറച്ചു മാസങ്ങൾ കഴിയുമ്പോൾ അതേ EMI അവർക്കെല്ലാ മാസവും ഒരു തലവേദനയായി മാറുന്നു. വിവാഹ ചെലവുകൾക്ക് ലോൺ എടുക്കുന്നു, യാത്രകൾക്കായി ലോൺ എടുക്കുന്നു, വില കൂടിയ ഫോണുകൾ വാങ്ങാൻ EMI എടുക്കുന്നു. ഇതിലെല്ലാം ഒരു പൊതുവായ കാര്യമുണ്ട്. ഈ ചെലവുകളെല്ലാം പണം തിരികെ കൊണ്ടുവരാത്ത, എന്നാൽ പോക്കറ്റിൽ നിന്ന് നിരന്തരം പണം ചോർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഇടത്തരം കുടുംബങ്ങളിൽ കടം എന്നാൽ പലപ്പോഴും വർഷങ്ങളോളം EMIയുടെ ഭാരം ചുമക്കേണ്ടിവരും എന്നർത്ഥമാക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ലോൺ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കാദ്യം സമ്മർദ്ദവും ഭാരവും ഭയവും അനുഭവപ്പെടാൻ തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. മിഡിൽ ക്ലാസ് ഭയക്കുന്ന അതേ കാര്യം തന്നെയാണ് സമ്പന്നരായ ആളുകൾ തങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുന്നത്. മിഡിൽ ക്ലാസിന്റെ മനസ്സിൽ ലോൺ എന്നാൽ ഭാരം, എന്നാൽ സമ്പന്നരുടെ മനസ്സിൽ ലോൺ എന്നാൽ ലെവറേജ്. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. മിഡിൽ ക്ലാസ് ചിന്തിക്കുന്നത് ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കാൻ വർഷങ്ങളോളം ജോലി ചെയ്യേണ്ടി വരുമെന്നാണ്. എന്നാൽ സമ്പന്നർ ചിന്തിക്കുന്നത് ശരിയായ രീതിയിൽ ലോൺ എടുത്താൽ ആ പണം ഉപയോഗിച്ച് അവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയുമെന്നാണ്. ഇത് പണത്തിന്റെ മാത്രം വ്യത്യാസമല്ല, ചിന്താഗതിയുടെ വ്യത്യാസമാണ്. മിഡിൽ ക്ലാസ് ലോണിനെ ഒരു പ്രശ്നമായി കാണുന്നു, സമ്പന്നർ ലോണിനെ ഒരു ടൂളായി കാണുന്നു. ഇതുകൊണ്ടാണ് ചിലർ ജീവിതകാലം മുഴുവൻ കടത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിന്നിട്ടും സാമ്പത്തികമായി വലിയ പുരോഗതി നേടാത്തത്. എന്നാൽ മറ്റു ചിലർ അതേ കടം ഉപയോഗിച്ച് വലിയ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുന്നത്. പ്രശസ്ത നിക്ഷേപകനായ വാറൻ ബഫറ്റ് എപ്പോഴും പറയാറുണ്ട്, റിസ്ക് വരുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാത്തപ്പോഴാണ്. അതായത് യഥാർത്ഥ റിസ്ക് കടത്തിലല്ല, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാത്ത അവസ്ഥയിലാണ് യഥാർത്ഥ റിസ്ക് ഉള്ളത്. ഫിനാൻസിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് പോലും അപകടകരമാകാം. എന്നാൽ പണത്തിന്റെ കളി അറിയാവുന്ന ഒരാൾക്ക് ബാങ്കിൽ നിന്നെടുത്ത ലോൺ ഉപയോഗിച്ച് വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും. ഇന്ത്യയിൽ മിക്കവരും ലോണിനെ ഭയക്കുന്നത് അവർ കടത്തിന്റെ ചീത്ത മുഖം മാത്രം കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. ആളുകൾ ക്രെഡിറ്റ് കാർഡ് കടക്കെണിയിൽപ്പെടുന്നത് അവർ കണ്ടിട്ടുണ്ട്. EMIയുടെ ഭാരം കാരണം പലരും സമ്മർദ്ദത്തിൽ ജീവിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. തെറ്റായ തീരുമാനങ്ങൾ മൂലം ആളുകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുന്നത് അവർ കണ്ടിട്ടുണ്ട്. എന്നാൽ ലോൺ ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കാമെന്ന് അവർ അധികം കണ്ടിട്ടില്ല. എങ്ങനെ കമ്പനികൾ ഉണ്ടാക്കാമെന്നും എങ്ങനെ വലിയ നിക്ഷേപങ്ങൾ നടത്താമെന്നും. ഇതുകൊണ്ടാണ് ഒരേ കാര്യം വ്യത്യസ്തരായ രണ്ടാളുകളുടെ ജീവിതത്തിൽ തികച്ചും വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തുന്നത്. ഒരാൾക്ക് ലോൺ ഒരു കെണിയാകുമ്പോൾ മറ്റൊരാൾക്ക് അതേ ലോൺ ഒരു കോണിപ്പടിയാകുന്നു. വാറൻ ബഫറ്റിന്റെ മറ്റൊരു പ്രശസ്തമായ വരിയുണ്ട്, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് സമ്പാദിക്കാം. സാമ്പത്തിക ലോകത്തും ഈ നിയമം ബാധകമാണ്. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാൾ പലപ്പോഴും ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ ശരിയായ വിവരങ്ങളുള്ള ഒരാൾ അതേ തീരുമാനങ്ങൾ വിവേകത്തോടെയും കൃത്യമായ കണക്കുകൂട്ടലിന്റെയും അടിസ്ഥാനത്തിലെടുക്കുന്നു. അതുകൊണ്ടാണ് സമ്പന്നർ ലോണിനെ ഭയക്കാത്തത്. ലോൺ ശരിയായ സ്ഥലത്ത് ഉപയോഗിച്ചാൽ അത് ശക്തമായൊരു ടൂളായി മാറുമെന്ന് അവർക്കറിയാം. യഥാർത്ഥ വ്യത്യാസം ലോൺ എടുക്കണമോ വേണ്ടയോ എന്നതിലല്ല, യഥാർത്ഥ വ്യത്യാസം ലോൺ എന്തിനുവേണ്ടിയാണ് എടുക്കുന്നത് എന്നതാണ്. ലൈഫ് സ്റ്റൈൽ വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അത് പതുക്കെ ഒരു ഭാരമായി മാറും. എന്നാൽ പണം സമ്പാദിച്ചു തരുന്ന എന്തിലെങ്കിലുമാണ് ആ ലോൺ ഉപയോഗിക്കുന്നതെങ്കിൽ അതേ കടം ഭാവിയിൽ വലിയൊരു ആസ്തിയായി മാറും. ഇവിടെയാണ് സമ്പന്നരുടെയും മിഡിൽ ക്ലാസിന്റെയും ചിന്തകൾ വേർതിരിയുന്നത്. പാർട്ട് 2
ഗുഡ് ഡെപ്റ്റ് വേഴ്സസ് ബാഡ് ഡെപ്റ്റ്. സാമ്പത്തിക ലോകത്ത് ലോണിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ലോൺ രണ്ട് തരത്തിലുണ്ടെന്ന് അറിയുക എന്നതാണ്, ഗുഡ് ഡെപ്റ്റും ബാഡ് ഡെപ്റ്റും. എന്നാൽ സങ്കടകരമായ കാര്യം, മിക്ക ആളുകൾക്കും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം ലോണുകളും ഒന്നുതന്നെയാണ്. ചിലപ്പോൾ ആളുകൾ ചിന്തിക്കാതെ ലോൺ എടുക്കുകയും വർഷങ്ങളോളം EMI അടച്ചു തീർക്കുകയും ചെയ്യുന്നു. പതുക്കെ പതുക്കെ ആ ലോൺ അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് എന്താണ് ബാഡ് ഡെപ്റ്റ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ബാഡ് ഡെപ്റ്റ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ലോണാണ്. അതായത് നിങ്ങൾക്ക് യാതൊരു വരുമാനവും നൽകാതെ നിങ്ങളുടെ ചെലവുകൾ നിരന്തരം വർദ്ധിപ്പിക്കുന്ന ലോൺ. തുടക്കത്തിൽ വളരെ ആകർഷകമായി തോന്നുമെങ്കിലും കാലക്രമേണ അതൊരു സാമ്പത്തിക ഭാരമായി മാറുന്ന ലോണാണിത്. ഇന്നത്തെ കാലത്ത് ബാഡ് ഡെപ്റ്റിന്റെ ഏറ്റവും സാധാരണമായ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും കാണാം. വില കൂടിയ കാർ വാങ്ങാനെടുക്കുന്ന ലോൺ പോലെ. ഒരു പുതിയ കാർ വാങ്ങുമ്പോൾ അയാൾക്ക് താൻ വലിയൊരു നേട്ടം കൈവരിച്ചതായി തോന്നാം. എന്നാൽ സത്യമെന്തെന്നാൽ ഷോറൂമിൽ നിന്ന് കാർ പുറത്തിറങ്ങുന്ന നിമിഷം തന്നെ അതിന്റെ മൂല്യം 10 മുതൽ 15% വരെ കുറയുന്നു. വരും വർഷങ്ങളിൽ അതേ കാറിന്റെ മൂല്യം വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും. മറുവശത്ത് അതിന്റെ EMI എല്ലാ മാസവും ബാങ്കിന് നൽകുകയും വേണം. അതായത് കാറിന്റെ മൂല്യം കുറയുകയും ലോണിന്റെ ഭാരം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ബാഡ് ഡെപ്റ്റിന്റെ ഏറ്റവും വലിയ അടയാളം. പുതിയ ഐഫോണോ വിലകൂടിയ ഗാഡ്ജറ്റുകളോ EMIയിൽ വാങ്ങുന്നതാണ് രണ്ടാമത്തെ ഉദാഹരണം. ഇന്നത്തെ കാലത്ത് സ്മാർട്ട്ഫോൺ കമ്പനികളും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും EMI വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. സീറോ ഡൗൺ പേയ്മെന്റ്, സീറോ കോസ്റ്റ് EMI തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതൊരു ലാഭകരമായ ഡീലാണെന്ന് ആളുകൾ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു മാനസിക തന്ത്രമാണ്. 1 ലക്ഷം രൂപയുടെ ഫോൺ ഒരാൾ ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ അയാൾ പലവട്ടം ചിന്തിക്കും. എന്നാൽ അതേ ഫോൺ 4000 അല്ലെങ്കിൽ 5000 രൂപയുടെ EMIയിൽ കാണുമ്പോൾ അയാൾ ഉടൻ തന്നെ അത് വാങ്ങുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ഫോൺ എന്നത് മൂല്യമിടിയുന്ന ഒരു അസറ്റാണ്. അതിന്റെ മൂല്യം കാലക്രമേണ വേഗത്തിൽ കുറയുന്നു. 1 വർഷം കഴിയുമ്പോൾ അതേ ഫോണിന്റെ വില പകുതിയാകും. എന്നാൽ EMI അതുപോലെ തന്നെ തുടരും. അതായത് എല്ലാ ദിവസവും വില കുറയുന്ന ഒരു വസ്തു വാങ്ങാനാണ് നിങ്ങൾ ലോൺ എടുത്തത്. ഇതേപോലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്തുന്നതും ബാഡ് ഡെപ്റ്റിന്റെ വലിയൊരു ഉദാഹരണമാണ്. ക്രെഡിറ്റ് കാർഡ് സ്വയം ഒരു മോശം കാര്യമല്ല. എന്നാൽ പ്ലാൻ ചെയ്യാതെ അതുപയോഗിക്കുന്നത് വളരെ അപകടകരമാണ്. ഒരാൾ കൃത്യസമയത്ത് മുഴുവൻ ബില്ലും അടച്ചില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് 30 മുതൽ 40% വരെ വാർഷിക പലിശ ഈടാക്കാം. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ ചിലവാക്കി കൃത്യസമയത്ത് പണമടച്ചില്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആ തുക വളരെ വലുതാകാം. അതുപോലെ യാത്രകൾക്കായി എടുക്കുന്ന ലോണും പലപ്പോഴും ബാഡ് ഡെപ്റ്റായി മാറാറുണ്ട്. യാത്ര ചെയ്യുന്നത് മോശമല്ല, കറങ്ങി നടക്കുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ കാണിക്കാനോ കുറച്ചു ദിവസത്തെ സന്തോഷത്തിനോ വേണ്ടി ഒരാൾ ലോൺ എടുക്കുമ്പോൾ ആ തീരുമാനം ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായി മാറാം. കാരണം യാത്രകളിൽ നിന്ന് ഓർമ്മകൾ ബാക്കിയാകുമെങ്കിലും പണം തിരികെ ലഭിക്കില്ല. അതായത് ലോൺ ബാക്കിയാകുന്നു, എന്നാൽ അതിൽ നിന്ന് ഒരു വരുമാനവും ഉണ്ടാകുന്നില്ല. ബാഡ് ഡെപ്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് നിങ്ങളുടെ സാമ്പത്തിക ശേഷിയെ പതുക്കെ തകർക്കുന്നു എന്നതാണ്. എല്ലാ മാസവും EMI അടയ്ക്കുന്ന ശീലം ഒരാളെ പതുക്കെ പതുക്കെ കടക്കെണിയിൽപ്പെടുത്തുന്നു. ആദ്യം കാറിന്റെ EMI, പിന്നെ ഫോണിന്റെ EMI, പിന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ, പിന്നെ പുതിയ പേഴ്സണൽ ലോൺ. നോക്കിനിൽക്കെ തന്നെ ആ വ്യക്തിയുടെ പണത്തിന്റെ സിംഹഭാഗവും ലോൺ തിരിച്ചടയ്ക്കാൻ മാത്രം പോകുന്ന അവസ്ഥ വരുന്നു. നല്ല ശമ്പളമുണ്ടായിട്ടും പലരും സാമ്പത്തികമായി മുന്നേറാത്തതിന് കാരണം ഇതാണ്. അവരുടെ വരുമാനം വർദ്ധിക്കുന്നു, എന്നാൽ അവരുടെ ചെലവുകളും ലോണുകളും അതിനേക്കാൾ വേഗത്തിൽ വർദ്ധിക്കുന്നു. പതുക്കെ പതുക്കെ അവർ ഒരു ദുഷിച്ച വലയത്തിൽ അകപ്പെടുന്നു. അവിടെ അവർ നിരന്തരം ജോലി ചെയ്യുന്നു, പക്ഷേ സാമ്പത്തിക സ്വാതന്ത്ര്യം അവരിൽ നിന്ന് അകന്നകന്നു പോകുന്നു. അതുകൊണ്ടാണ് ഏതൊരു ലോൺ എടുക്കുന്നതിനു മുൻപും ആ ലോൺ നിങ്ങളുടെ പോക്കറ്റിൽ പണം നിറയ്ക്കുമോ അതോ കാരിയാക്കുമോ എന്ന് ചിന്തിക്കണമെന്ന് ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ എപ്പോഴും ഉപദേശിക്കുന്നത്. ഒരു ലോൺ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാതെ ലൈഫ് സ്റ്റൈൽ മാത്രം വർദ്ധിപ്പിക്കുന്നതാണെങ്കിൽ അത് മിക്കവാറും ഒരു ബാഡ് ഡെപ്റ്റായി മാറും. ഒരാൾ ദീർഘകാലം ബാഡ് ഡെപ്റ്റിന്റെ വലയത്തിൽ കുടുങ്ങിക്കിടന്നാൽ പതുക്കെ അവന്റെ സാമ്പത്തിക പുരോഗതി നിലച്ചുപോകും. അതുകൊണ്ട് ഫിനാൻഷ്യൽ അറിവിന്റെ ആദ്യത്തെ നിയമം എല്ലാ ലോണുകളും ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കുക എന്നതാണ്. ചില ലോണുകൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു, മറ്റു ചില ലോണുകൾ നിങ്ങളെ മുന്നോട്ട് നയിക്കാം. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നതാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ ആദ്യപടി. പാർട്ട് 3. സമ്പന്നർ ലോൺ എടുത്ത് എന്താണ് ചെയ്യുന്നത്? ഇതുവരെ നാം മനസ്സിലാക്കിയത് ബാഡ് ഡെപ്റ്റ് എന്താണെന്നും സാമ്പത്തിക സ്ഥിതിയെ ദുർബലപ്പെടുത്തുന്ന ലോണുകളിൽ ആളുകൾ എങ്ങനെ അറിയാതെ അകപ്പെടുന്നുവെന്നുമാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: സമ്പന്നർ ലോൺ എടുത്ത് എന്താണ് ചെയ്യുന്നത്? സാധാരണക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണോ അവരും ചെയ്യുന്നത്? അവരും ലോൺ എടുത്ത് വില കൂടിയ കാറുകളും ഫോണുകളും വാങ്ങുകയോ ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ പണം ചെലവാക്കുകയോ ചെയ്യുന്നുണ്ടോ? സത്യമെന്തെന്നാൽ സമ്പന്നരായ ആളുകൾ അങ്ങനെ തീരെ ചെയ്യാറില്ല. ലോണിന്റെ കാര്യത്തിൽ സമ്പന്നരുടെ ചിന്താഗതി തികച്ചും വ്യത്യസ്തമാണ്. ഒരു സാധാരണക്കാരൻ ലോൺ എടുത്ത് തന്റെ ലൈഫ് സ്റ്റൈൽ ഉയർത്തുമ്പോൾ സമ്പന്നർ ലോൺ എടുത്ത് അസറ്റുകൾ ഉണ്ടാക്കുന്നു.
അതായത് കാലക്രമേണ തങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അവർ വാങ്ങുന്നത്. ഇതാണ് യഥാർത്ഥ വ്യത്യാസം. സമ്പന്നർ ലോൺ എടുത്ത് ലൈഫ് സ്റ്റൈൽ വാങ്ങുന്നില്ല, അവർ അസറ്റുകൾ വാങ്ങുന്നു. ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്, കമ്പനികളിലെ ഓഹരികൾ. ഇവയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവ കാലക്രമേണ പണം ഉൽപ്പാദിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഒരാൾ ലോൺ എടുത്ത് എല്ലാ മാസവും വാടക ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടി വാങ്ങിയാൽ പതുക്കെ ആ വാടക കൊണ്ടുതന്നെ ആ ലോണിന്റെ EMI അടച്ചു തീർക്കാം. അതിനുശേഷവും ആ പ്രോപ്പർട്ടി തുടർച്ചയായി വരുമാനം നൽകിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരാൾ ലോൺ എടുത്ത് ഒരു ബിസിനസ് ആരംഭിക്കുകയും അത് വിജയിക്കുകയും ചെയ്താൽ ആ ബിസിനസ്സിന് ആ ലോണിനേക്കാൾ എത്രയോ മടങ്ങ് പണം സമ്പാദിക്കാൻ കഴിയും. ഇതുകൊണ്ടാണ് പല വലിയ ബിസിനസ്സുകാരും തങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാൻ ലോണിന്റെ ഉപയോഗം നടത്തുന്നത്. ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകരിലൊരാളായ വാറൻ ബഫറ്റ് എപ്പോഴും പറയുന്നു, പ്രൈസ് ഇസ് വാട്ട് യു പേ, വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ്. അതായത് നിങ്ങൾ നൽകുന്ന വില അതൊരു കാര്യമാണ്, എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മൂല്യമാണ് യഥാർത്ഥ കാര്യം. സമ്പന്നർ എപ്പോഴും വാല്യൂവിന് പ്രാധാന്യം നൽകുന്നു. ഭാവിയിൽ നിരന്തരം പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു അസറ്റുണ്ടെങ്കിൽ അതിനായി ലോൺ എടുക്കുന്നത് അവർക്കൊരു തന്ത്രമാകാം. ഈ ചിന്തയുടെ ഗംഭീരമായൊരു ഉദാഹരണമാണ് ഇന്ത്യയുടെ മഹാനായ വ്യവസായി ധീരുഭായ് അംബാനി. ധീരുഭായ് അംബാനി ഒരു സമ്പന്ന കുടുംബത്തിലല്ല ജനിച്ചത്. വളരെ ചെറിയ നിലയിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചത്. അദ്ദേഹത്തിന് തുടക്കത്തിൽ വലിയ മൂലധനം ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിനൊരു കാര്യമുണ്ടായിരുന്നു, വലിയ വിസൻ. ബിസിനസ് വലുതാക്കണമെങ്കിൽ തന്റെ ചെറിയ മൂലധനം മാത്രം പോരാ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതിനാൽ അദ്ദേഹം തന്റെ വിസനിൽ ആളുകളെ വിശ്വസിപ്പിച്ചു. അദ്ദേഹം നിക്ഷേപം സമാഹരിച്ചു. ആ മൂലധനം ഉപയോഗിച്ച് തന്റെ ബിസിനസ് വികസിപ്പിച്ചു. പതുക്കെ ആ ചെറിയ ബിസിനസ് വലിയൊരു വ്യവസായ സാമ്രാജ്യമായി മാറി. ഇന്ന് റിലയൻസ് പോലൊരു വലിയ ഗ്രൂപ്പിന്റെ തുടക്കം ആ ചിന്തയിൽ നിന്നായിരുന്നു. അതായത് മറ്റുള്ളവരുടെ മൂലധനം ഉത്തരവാദിത്തത്തോടെ ഉപയോഗിച്ച് വാല്യൂ ഉണ്ടാക്കുക. ഇതിനെയാണ് ഫിനാൻസിന്റെ ഭാഷയിൽ ലെവറേജ് എന്ന് വിളിക്കുന്നത്. സമ്പന്നർ ലെവറേജിനെ മനസ്സിലാക്കുന്നു. ശരിയായ സ്ഥലത്ത് നിക്ഷേപിച്ചാൽ അതേ പണം കാലക്രമേണ പല മടങ്ങ് വർദ്ധിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ലോണിനെ ഭയത്തോടെ കാണാത്തത്. അവർ ലോണിനെ ഒരു ടൂൾ പോലെ കാണുന്നു. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വലിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ടൂൾ. വാറൻ ബഫറ്റിന്റെ മറ്റൊരു പ്രശസ്തമായ വരിയുണ്ട്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് യു ക്യാൻ മേക്ക് ഈസ് ഇൻ യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച നിക്ഷേപം നിങ്ങളിൽ തന്നെയുള്ള നിക്ഷേപമാണ്. ഒരാൾ ഫിനാൻസ്, ബിസിനസ്, നിക്ഷേപം എന്നിവയെക്കുറിച്ച് അറിവ് നേടുമ്പോൾ അയാൾ ലോണിനെയും മറ്റൊരു വീക്ഷണകോണിലൂടെ കാണാൻ തുടങ്ങുന്നു. ആദ്യം ലോൺ ഒരു ഭാരമായി തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ അതേ ലോൺ അയാൾക്കൊരു അവസരമായി തോന്നാൻ തുടങ്ങുന്നു. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതും അത്ര തന്നെ ആവശ്യമാണ്. സമ്പന്നർ കണ്ണടച്ച് ലോൺ എടുക്കാറില്ല. അവർ ഓരോ തീരുമാനവും കണക്കുകൂട്ടലുകളോടെയാണ് എടുക്കുന്നത്. ഒരു അസറ്റിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ ലോണിന്റെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ലോൺ അവർക്ക് ലാഭകരമാകുമെന്ന് അവർ മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു ലോൺ ചെലവ് മാത്രം വർദ്ധിപ്പിക്കുകയും വരുമാനമൊന്നും നൽകാതിരിക്കുകയും ചെയ്താൽ അതേ ലോൺ പതുക്കെ ഒരു പ്രശ്നമായി മാറുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് സമ്പന്നർ എപ്പോഴും ക്യാഷ് ഫ്ലോയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിരന്തരം പണം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവർ നിക്ഷേപിക്കുന്നു. പണം നിരന്തരം വന്നു തുടങ്ങുമ്പോൾ ആ പണം വീണ്ടും കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ സഹായിക്കുന്നു. പതുക്കെ ഈ പ്രക്രിയ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നു. സമ്പന്നർ കാലക്രമേണ കൂടുതൽ സമ്പന്നരാകുന്നതിന് കാരണമിതാണ്. അവർ വെറുതെ പണം സമ്പാദിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നില്ല. അവർ പണമുണ്ടാക്കുന്ന യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നു. ആ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ ചിലപ്പോൾ ലോൺ ഒരു പ്രധാന പങ്ക് വഹിക്കാറുമുണ്ട്. വാറൻ ബഫറ്റിന്റെ മറ്റൊരു പ്രശസ്തമായ ചിന്തയുണ്ട്, സമ്മൺ ഈസ് സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ് ടുഡേ ബിക്കോസ് സമ്മൺ പ്ലാന്റഡ് എ ട്രീ എ ലോങ് ടൈം എഗോ. അതായത് ഇന്ന് തണലിൽ സുഖമായി ഇരുന്ന് പഴം കഴിക്കുന്നവരുണ്ട്, കാരണം ആരോ വളരെ മുമ്പ് ഒരു മരം നട്ടുപിടിപ്പിച്ചിരുന്നു. സമ്പന്നർ ചെയ്യുന്നതും ഇതുതന്നെയാണ്. ഭാവിയിൽ തുടർച്ചയായി നേട്ടങ്ങൾ നൽകുന്ന തീരുമാനങ്ങൾ അവർ ഇന്നെടുക്കുന്നു. അതിൽ പലപ്പോഴും ലോണും ഉൾപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ വ്യത്യാസം ഇത്രമാത്രം, ആ ലോൺ ചെലവാക്കാൻ വേണ്ടിയല്ല, മറിച്ച് അസറ്റുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. പാർട്ട് 4, ലെവറേജ് എന്താണ്? സമ്പന്നർ ലോൺ ഉപയോഗിക്കുന്നത് ലൈഫ് സ്റ്റൈലിന് വേണ്ടിയല്ല, അസറ്റുണ്ടാക്കാനാണെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. എന്നാൽ ഇവിടെ സാമ്പത്തിക ലോകത്ത് വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന വാക്ക് വരുന്നു, ലെവറേജ്. പലരും ഈ വാക്ക് തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥമെന്താണ്? ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, കുറഞ്ഞ സ്വന്തം പണം ഉപയോഗിച്ച് കൂടുതൽ വലിയ മൂലധനത്തോടെ നിക്ഷേപിക്കുന്നതിനെയാണ് ലെവറേജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പണത്തോടൊപ്പം മറ്റൊരാളുടെ മൂലധനം കൂടി ചേർത്ത് വലിയൊരു അവസരം പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. നിങ്ങളുടെ പക്കൽ 10 ലക്ഷം രൂപയുണ്ടെന്ന് കരുതുക. നിങ്ങൾ ഈ 10 ലക്ഷം ഒരു നല്ല നിക്ഷേപത്തിലിടുകയും അവിടെ നിങ്ങൾക്ക് 20% റിട്ടേൺ ലഭിക്കുകയും ചെയ്താൽ 1 വർഷം കൊണ്ട് നിങ്ങളുടെ ലാഭം 10 ലക്ഷത്തിന്റെ 20%, അതായത് 2 ലക്ഷം രൂപയായിരിക്കും. ഇതൊരു നല്ല റിട്ടേൺ ആണ്. നിങ്ങളുടെ പണം വർദ്ധിച്ചു, നിങ്ങൾ ലാഭം നേടി. എന്നാൽ ഇപ്പോൾ ഇതേ സാഹചര്യം അല്പം വ്യത്യസ്തമായി ചിന്തിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും 10 ലക്ഷം തന്നെയുണ്ടെന്ന് കരുതുക.
എന്നാൽ 20 ലക്ഷം നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു നിക്ഷേപ അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള 10 ലക്ഷവും ബാക്കി 10 ലക്ഷം ബാങ്കിൽ നിന്നുള്ള ലോണും ഉപയോഗിച്ച് നിങ്ങൾ നിക്ഷേപിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മൊത്തം നിക്ഷേപതുക 20 ലക്ഷമായി. അതേ നിക്ഷേപത്തിൽ നിങ്ങൾക്ക് 20% റിട്ടേൺ ലഭിച്ചാൽ നിങ്ങളുടെ മൊത്തം ലാഭം 20 ലക്ഷത്തിന്റെ 20%, അതായത് 4 ലക്ഷം രൂപയായിരിക്കും. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ 10 ലക്ഷം രൂപ ലോൺ എടുത്തതുകൊണ്ട് ബാങ്കിന് അതിന്റെ ഇൻട്രസ്റ്റും നൽകേണ്ടതുണ്ട്. ആ ലോണിന് 12% വാർഷിക ഇൻട്രസ്റ്റ് എങ്കിൽ 10 ലക്ഷത്തിന്റെ 12% 1.2 ലക്ഷം രൂപയാണ്. ഇപ്പോൾ നമ്മൾ മൊത്തം കണക്ക് നോക്കിയാൽ മൊത്തം റിട്ടേൺ 4 ലക്ഷം, ബാങ്കിന്റെ ഇൻട്രസ്റ്റ് 1.2 ലക്ഷം, ബാക്കിയുള്ള നിങ്ങളുടെ പ്രോഫിറ്റ് 2.8 ലക്ഷം രൂപ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ ഒരു കൗതുകകരമായ കാര്യം കാണാം. നിങ്ങൾ സ്വന്തം 10 ലക്ഷം മാത്രം നിക്ഷേപിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ലാഭം 2 ലക്ഷമാകുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലെവറേജ് ഉപയോഗിച്ചപ്പോൾ, അതായത് ലോൺ എടുത്ത് നിക്ഷേപം വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങളുടെ ലാഭം 2.8 ലക്ഷമായി ഉയർന്നു. അതായത് സ്വന്തം മൂലധനം വർദ്ധിപ്പിക്കാതെ തന്നെ നിങ്ങളുടെ റിട്ടേൺ വലുതാക്കി. ഇതാണ് ലെവറേജിന്റെ ശക്തി. ലെവറേജ് യഥാർത്ഥത്തിൽ വലിയ സാധ്യതകളിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ടൂളാണ്. നിങ്ങൾക്ക് പരിമിതമായ മൂലധനമുള്ളപ്പോൾ നിങ്ങളുടെ മുന്നിൽ വലിയൊരു അവസരം വന്നാൽ ലെവറേജ് ആ അവസരം പിടിക്കാൻ ഒരു വഴിയാകാം. ഫിനാൻസിന്റെ ലോകത്തെ വലിയ നിക്ഷേപങ്ങൾ മിക്കതും ഈ സിദ്ധാന്തത്തിലാണ് പ്രവർത്തിക്കുന്നത്. റിയൽ എസ്റ്റേറ്റിൽ, ബിസിനസ്സിൽ പല വലിയ കമ്പനികളും തങ്ങളുടെ വിപുലീകരണത്തിനായി ലെവറേജ് ഉപയോഗിക്കുന്നു. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ലെവറേജ് ലാഭം മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത്, ഇത് നഷ്ടവും വർദ്ധിപ്പിക്കാം. അതായത് ഇതൊരു ഇരുതലവാളാണ്. നിക്ഷേപം ശരിയായ ദിശയിലാണ് പോകുന്നതെങ്കിൽ ലെവറേജ് നിങ്ങളുടെ റിട്ടേൺ വർദ്ധിപ്പിക്കും. എന്നാൽ നിക്ഷേപം പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ അതേ ലെവറേജ് നഷ്ടത്തെയും വലുതാക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ 20 ലക്ഷം നിക്ഷേപിച്ചു, എന്നാൽ അതിൽ നിന്ന് റിട്ടേൺ 20%-ന് പകരം വെറും 10% മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് കരുതുക. അപ്പോൾ മൊത്തം റിട്ടേൺ 20 ലക്ഷത്തിന്റെ 10%, അതായത് 2 ലക്ഷം രൂപയായിരിക്കും. എങ്കിലും ബാങ്കിന് 1.2 ലക്ഷം ഇൻട്രസ്റ്റ് നിങ്ങൾ ഇപ്പോഴും കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ലാഭം വെറും 80,000 രൂപയായി ചുരുങ്ങും. റിട്ടേൺ ഇതിലും കുറഞ്ഞാൽ നഷ്ടവും സംഭവിക്കാം. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരായ നിക്ഷേപകർ ലെവറേജ് വളരെ കരുതലോടെ മാത്രം ഉപയോഗിക്കുന്നത്. ലാഭം കിട്ടുമെന്ന വെറും പ്രതീക്ഷയിൽ അവർ ലോൺ എടുക്കാറില്ല. അവർ ആദ്യം കൃത്യമായ കാൽക്കുലേഷൻ നടത്തുന്നു. നിക്ഷേപത്തിന്റെ സാധ്യതയുള്ള റിട്ടേൺ എത്രയാണെന്ന് അവർ നോക്കുന്നു. ഏറ്റവും മോശം അവസ്ഥയിൽ എന്ത് സംഭവിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനുശേഷം മാത്രമേ ലെവറേജിന്റെ തീരുമാനമെടുക്കൂ. നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ ലോണിന്റെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് ലെവറേജിന്റെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലെവറേജ് നിങ്ങളുടെ സമ്പത്ത് വേഗത്തിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അതേ ലെവറേജ് പതുക്കെ ഒരു സാമ്പത്തിക ഭാരമായി മാറും. അതുകൊണ്ട് ഫിനാൻസിന്റെ ലോകത്ത് ലെവറേജ് എപ്പോഴും വിവേകത്തോടെ ഉപയോഗിക്കാനാണ് ഉപദേശിക്കുന്നത്. കാരണം ലെവറേജ് സ്വയം നല്ലതോ ചീത്തയോ അല്ല. യഥാർത്ഥ വ്യത്യാസം അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. ശരിയായ അവസരത്തിനായി ശരിയായ കാൽക്കുലേഷനോടെ, ശരിയായ റിസ്ക് മാനേജ്മെന്റോടെ ലെവറേജ് ഉപയോഗിച്ചാൽ അതേ ലെവറേജിന് ഒരു സാധാരണ നിക്ഷേപത്തെ അതിശക്തമായ ഒരു വെൽത്ത് ബിൽഡിംഗ് മെഷീനാക്കി മാറ്റാൻ കഴിയും. ഇതുകൊണ്ടാണ് ഫിനാൻസിന്റെ ലോകത്ത് ലെവറേജിനെ പലപ്പോഴും വെൽത്ത് ക്രിയേഷന്റെ ശക്തമായ ടൂളായി കണക്കാക്കുന്നത്. പാർട്ട് 5, റിയൽ എസ്റ്റേറ്റിലെ ലെവറേജ്. ലെവറേജ് എന്താണെന്നും അത് ശരിയായി ഉപയോഗിച്ചാൽ എങ്ങനെ നിങ്ങളുടെ റിട്ടേൺ വർദ്ധിപ്പിക്കാമെന്നും നാം മനസ്സിലാക്കി. എന്നാൽ ഫിനാൻസിന്റെ ലോകത്ത് ലെവറേജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് റിയൽ എസ്റ്റേറ്റിലാണ്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ ലോകത്ത് ലെവറേജ് വളരെ സാധാരണവും ശക്തവുമായ ടൂളാണ്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് നിക്ഷേപകർ തങ്ങളുടെ സമ്പത്ത് പതുക്കെ പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഈ തന്ത്രമാണ്. റിയൽ എസ്റ്റേറ്റിന്റെ പ്രത്യേകത എന്തെന്നാൽ പ്രോപ്പർട്ടിയുടെ മുഴുവൻ വിലയും ഒറ്റയടിക്ക് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നൽകി നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങാം. ബാക്കി പണം ബാങ്കിൽ നിന്ന് ലോണായി എടുക്കാം. ഇവിടെയാണ് ലെവറേജ് യഥാർത്ഥ ശക്തി കാണിക്കാൻ തുടങ്ങുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് 70 ലക്ഷം രൂപ വിലയുള്ള ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി ലഭിക്കുന്നു എന്ന് കരുതുക. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി മുഴുവനായി വാങ്ങണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 70 ലക്ഷം നൽകേണ്ടി വരും. എന്നാൽ മിക്കവരും അങ്ങനെ ചെയ്യില്ല. അവർ ലെവറേജ് ഉപയോഗിക്കുന്നു. ഈ പ്രോപ്പർട്ടി വാങ്ങാൻ നിങ്ങൾ 10 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നൽകുന്നു എന്ന് കരുതുക. ബാക്കി 60 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 70 ലക്ഷത്തിന്റെ പ്രോപ്പർട്ടിയുണ്ട്. എന്നാൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോയത് 10 ലക്ഷം മാത്രം. ലെവറേജിന്റെ കളി തുടങ്ങുന്നത് ഇവിടെയാണ്. ആ കമേഴ്സ്യൽ പ്രോപ്പർട്ടി എല്ലാ മാസവും 60,000 രൂപ വാടക നൽകുന്നു എന്ന് കരുതുക. മറുവശത്ത് ബാങ്കിന് നൽകേണ്ട EMI 45,000 രൂപയുമാണ്. ഈ സാഹചര്യം നോക്കുകയാണെങ്കിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം കാണാം. എല്ലാ മാസവും 60,000 രൂപ വാടക വരുന്നു. ബാങ്കിന് 45,000 രൂപ EMI നൽകണം. അതായത് EMI കൊടുത്തതിനു ശേഷവും നിങ്ങളുടെ കയ്യിൽ 15,000 രൂപ മിച്ചം വരുന്നു. ഇതിനെയാണ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടി സ്വന്തം ലോൺ അടച്ചു തീർക്കുക മാത്രമല്ല എല്ലാ മാസവും നിങ്ങൾക്ക് അധിക പണം നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഗുഡ് ഡെബ്റ്റ്.
കാരണം ഇവിടെ നിങ്ങളെടുത്ത ലോൺ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുന്നില്ല, പകരം പോക്കറ്റിൽ പണം ഇട്ടുതരുന്നു. ഇവിടെയാണ് റിയൽ എസ്റ്റേറ്റിലെ ലെവറേജിന്റെ യഥാർത്ഥ ശക്തി കാണാൻ സാധിക്കുന്നത്. കാലക്രമേണ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1. എല്ലാ മാസവും EMI അടയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ലോൺ പതുക്കെ കുറയുന്നു. 2. പ്രോപ്പർട്ടിയുടെ വില കാലക്രമേണ വർദ്ധിച്ചേക്കാം. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതേ പ്രോപ്പർട്ടിയുടെ വില 70 ലക്ഷത്തിൽ നിന്ന് 1 കോടിയായി മാറുന്നു എന്ന് കരുതുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, തുടക്കത്തിൽ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് മുടക്കിയത് വെറും 10 ലക്ഷം മാത്രമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 കോടി വിലമതിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുണ്ട്. ഈ വർഷങ്ങളിലെല്ലാം വാടകയിലൂടെ ലഭിച്ച പണം ഇതിനു പുറമെയാണ്. ലോകമെമ്പാടുമുള്ള വിജയകരമായ പല നിക്ഷേപകരും റിയൽ എസ്റ്റേറ്റിനെ മികച്ച ഒരു അസറ്റ് ക്ലാസായി കണക്കാക്കുന്നതിന് കാരണം ഇതാണ്. പ്രശസ്ത നിക്ഷേപകനായ വാറൻ ബഫറ്റ് എപ്പോഴും പറയാറുണ്ട്, പ്രൈസ് ഈസ് വാട്ട് യു പേ, വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ്. അതായത്, നിങ്ങൾ നൽകുന്ന വില ഒരു കാര്യമാണ്, എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വാല്യൂ, അതാണ് യഥാർത്ഥ കാര്യം. റിയൽ എസ്റ്റേറ്റിലും ഈ സിദ്ധാന്തം ബാധകമാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ അത് ചിലവായി മാറും. എന്നാൽ അതേ പ്രോപ്പർട്ടി നല്ല ലൊക്കേഷനിലാണെങ്കിൽ, കൃത്യമായ വിലയ്ക്ക് വാങ്ങിയതാണെങ്കിൽ, അതിൽ നിന്ന് കൃത്യമായി വാടക വരുന്നുണ്ടെങ്കിൽ അതേ പ്രോപ്പർട്ടി ഒരു മികച്ച അസറ്റായി മാറും. അതുകൊണ്ടാണ് പരിചയസമ്പന്നരായ നിക്ഷേപകർ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ വില മാത്രമല്ല നോക്കുന്നത്. അവർ ക്യാഷ് ഫ്ലോ, ലൊക്കേഷൻ, ഡിമാൻഡ്, ഭാവിയുടെ സാധ്യതകൾ എന്നിവ നോക്കുന്നു. കാരണം അവരുടെ ലക്ഷ്യം വെറും പ്രോപ്പർട്ടി വാങ്ങുക എന്നതല്ല, മറിച്ച് കാലക്രമേണ പണം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസറ്റുണ്ടാക്കുക എന്നതാണ്. വാറൻ ബഫറ്റിന്റെ മറ്റൊരു പ്രശസ്തമായ വരിയുണ്ട്, "Someone is sitting in the shade today because someone planted a tree a long time ago." അതായത്, ഇന്ന് തണലിൽ സുഖമായിരിക്കുന്നവർ വളരെ മുമ്പ് തന്നെ ഒരു മരം നട്ടുപിടിപ്പിച്ചിരുന്നു. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപവും ഇതുപോലെയാണ്. തുടക്കത്തിൽ വലിയ ലാഭം കണ്ടില്ലെന്ന് വരാം, എന്നാൽ കാലക്രമേണ അതേ നിക്ഷേപം ഒരു വലിയ അസറ്റായി മാറും. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ ലെവറേജ് എപ്പോഴും ആലോചിച്ച് മാത്രം ഉപയോഗിക്കണം. വാടക EMIയേക്കാൾ കുറവാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ബഫറില്ലെങ്കിൽ, ആ ലോൺ പതുക്കെ നിങ്ങൾക്ക് സമ്മർദ്ദമായി മാറും. അതിനാൽ ബുദ്ധിമാന്മാരായ നിക്ഷേപകർ പ്രോപ്പർട്ടിയുടെ വാടകയും മൂല്യവും എപ്പോഴും ലോണിന്റെ ഇൻട്രസ്റ്റിനേക്കാളും EMIയേക്കാളും മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ആ ലോൺ കാലക്രമേണ മികച്ചൊരു വെൽത്ത് ബിൽഡിംഗ് മെഷീനായി മാറും. ഇതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള പല നിക്ഷേപകരും റിയൽ എസ്റ്റേറ്റിനെ ലെവറേജോടുകൂടിയ വെൽത്ത് ക്രിയേഷന്റെ ശക്തമായ മാധ്യമമായി കാണുന്നത്. പാർട്ട് 6. നികുതിയുടെ കളി. സമ്പന്നർ ലോൺ എങ്ങനെ ഉപയോഗിക്കുന്നു, ലെവറേജ് എന്താണ്, അസറ്റുണ്ടാക്കി എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ വെൽത്ത് ഉണ്ടാക്കുന്നതിൽ മിക്ക ആളുകളും അവഗണിക്കുന്ന മറ്റൊരു വലിയ ഭാഗമുണ്ട്. അതാണ് ടാക്സിന്റെ കളി. സത്യത്തിൽ സമ്പന്നർ പണം സമ്പാദിക്കാൻ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, സമ്പാദിച്ച പണത്തിൽ എത്ര തങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ട് എന്നതിലും അവർ ശ്രദ്ധിക്കുന്നു. കാരണം ഫിനാൻസിന്റെ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമുണ്ട്, സമ്പാദിക്കുന്നത് പ്രധാനമാണ്, എന്നാൽ അത് സംരക്ഷിക്കുന്നത് അതിലും പ്രധാനമാണ്. ഒരാൾ ലക്ഷങ്ങൾ സമ്പാദിച്ചാലും എല്ലാ വർഷവും അതിന്റെ വലിയൊരു ഭാഗം ടാക്സായി പോയാൽ അവന്റെ യഥാർത്ഥ സമ്പത്ത് അത്ര വേഗത്തിൽ വളരില്ല. ഇതുകൊണ്ടാണ് സമ്പന്നർ ടാക്സിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരനും നിക്ഷേപകനുമായ റോബർട്ട് കിയോസാക്കി തന്റെ പ്രശസ്തമായ പുസ്തകം റിച്ച് ഡാഡ് പുവർ ഡാഡിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത് മിഡിൽ ക്ലാസ് ആണെന്ന് അദ്ദേഹം പറയുന്നു. ഇതുകേട്ട് പലർക്കും അത്ഭുതം തോന്നും. കാരണം സമ്പന്നർ കൂടുതൽ സമ്പാദിക്കുന്നതിനാൽ അവരായിരിക്കും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ സിസ്റ്റം നമ്മൾ ശ്രദ്ധയോടെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ വ്യത്യാസം വരുമാനത്തിന്റെ രീതിയിലാണെന്ന് മനസ്സിലാകുന്നത്. ഒരു സാലറീഡ് വ്യക്തിക്കും ഒരു ബിസിനസ് ഓണർക്കും ഇടയിൽ ടാക്സിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാം. ഒരാൾ ജോലി ചെയ്യുന്നു എന്ന് കരുതുക. അയാൾക്ക് എല്ലാ മാസവും സാലറി ലഭിക്കുന്നു. അയാളുടെ സാലറി ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ടാക്സ് പിടിച്ചിട്ടുണ്ടാകും. അതായത് സർക്കാർ ആദ്യം തന്നെ അവരുടെ വിഹിതമെടുക്കുന്നു. ബാക്കിയുള്ള പണമാണ് അയാളുടെ കയ്യിൽ വരുന്നത്. ഈ പണം കൊണ്ടാണ് അയാൾ തന്റെ എല്ലാ ചെലവുകളും നടത്തേണ്ടത്. വീട്ടുവാടക, കുട്ടികളുടെ പഠനം, ഭക്ഷണം, വൈദ്യുതി, ട്രാൻസ്പോർട്ട് തുടങ്ങി ബാക്കിയെല്ലാ കാര്യങ്ങളും. അതായത് ഈ സിസ്റ്റത്തിലെ ക്രമം ഇങ്ങനെയാണ്: ആദ്യം വരുമാനം, പിന്നെ ടാക്സ്, അവസാനം ചെലവ്. ഇനി ഇതേ സാഹചര്യം ഒരു ബിസിനസ് ഓണറുടെ നോട്ടത്തിൽ കാണുക. ഒരാൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം അല്പം വ്യത്യസ്തമാണ്. ബിസിനസ് ഓണർ ആദ്യം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചെലവുകൾ നടത്തുന്നു. ഓഫീസിന്റെ വാടക, സ്റ്റാഫിന്റെ സാലറി, മാർക്കറ്റിംഗ്, യാത്രകൾ, ഗാഡ്ജറ്റുകൾ, സോഫ്റ്റ്വെയറുകൾ, മീറ്റിംഗുകൾ തുടങ്ങി പല ഓപ്പറേഷണൽ ചെലവുകളും. ഈ ചെലവുകളെയെല്ലാം ബിസിനസ് എക്സ്പെൻസായി കണക്കാക്കുന്നു. ഈ ചെലവുകൾ മാറ്റിവെച്ച ശേഷം ബാക്കിയുള്ള പണത്തെയാണ് പ്രോഫിറ്റായി കണക്കാക്കുന്നത്. പിന്നെ ആ പ്രോഫിറ്റിന്മേലാണ് ടാക്സ് ചുമത്തുന്നത്. അതായത് ഇവിടെ ക്രമം മാറുന്നു. ആദ്യം വരുമാനം, പിന്നെ ചെലവ്, അതിനുശേഷം ടാക്സ്. സിസ്റ്റത്തിന്റെ വ്യത്യാസം കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. ഒരു സാലറീഡ് വ്യക്തിക്ക് ടാക്സ് പ്ലാനിങ്ങിനുള്ള വഴികൾ വളരെ പരിമിതമാണ്. എന്നാൽ ഒരു ബിസിനസ് ഓണർക്ക് തന്റെ ചെലവുകൾ ക്രമീകരിച്ച് ടാക്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പല വഴികളുണ്ട്. ഇത് ടാക്സ് വെട്ടിക്കുന്നതല്ല, മറിച്ച് ഇത് ലീഗലായ ടാക്സ് പ്ലാനിംഗ് ആണ്.
ഇതിനെയാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സമ്പന്നർ ടാക്സിനെ ശത്രുവായി കാണുന്നില്ല. അവർ ടാക്സ് സിസ്റ്റം മനസ്സിലാക്കുകയും അതിനുള്ളിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ശരിയായ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ തങ്ങളുടെ ചെലവുകളും നിക്ഷേപവും ക്രമീകരിച്ച് മൊത്തം ടാക്സ് ബാധ്യത കുറയ്ക്കാൻ സാധിക്കുമെന്ന് അവർക്കറിയാം. പല വിജയകരമായ സംരംഭകരും നിക്ഷേപകരും തങ്ങളുടെ കമ്പനികളിലൂടെ പ്രവർത്തിക്കാൻ കാരണം ഇതാണ്. കാരണം ഒരു ശരിയായ ബിസിനസ് സ്ട്രക്ചർ അവർക്ക് സ്വന്തം വരുമാനം, ചെലവ്, നിക്ഷേപം എന്നിവ മികച്ച രീതിയിൽ ക്രമീകരിക്കാനുള്ള അവസരം നൽകുന്നു. ഈ സിസ്റ്റം മുഴുവനായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാകും: വെറുതെ സമ്പാദിക്കുന്നതുകൊണ്ട് മാത്രം സമ്പത്തുണ്ടാകില്ല. ശരിയായ വരുമാനം, ശരിയായ സ്ട്രക്ചർ, ശരിയായ നിക്ഷേപം, ശരിയായ ടാക്സ് പ്ലാനിംഗ് എന്നിവയിലൂടെയാണ് സമ്പത്തുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഫിനാൻസിന്റെ ലോകത്ത് പലപ്പോഴും പറയാറുള്ളത്, യഥാർത്ഥ കളി വെറുതെ പണം സമ്പാദിക്കുന്നതല്ല, പണം ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യുന്നതാണ് യഥാർത്ഥ കളി. ടാക്സിന്റെ ഈ കളി മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിപ്പിക്കുന്നതല്ല സമ്പത്തുണ്ടാക്കാനുള്ള നിയമങ്ങളെന്ന് അയാൾ തിരിച്ചറിയുന്നു. സമ്പത്തുണ്ടാക്കാനുള്ള നിയമങ്ങൾ പലപ്പോഴും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ നിന്നാണ് വരുന്നത്. ഈ നിയമങ്ങൾ മനസ്സിലാക്കുന്നവർ കാലക്രമേണ തങ്ങളുടെ പണം മികച്ച രീതിയിൽ വർദ്ധിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. പാർട്ട് 7: അതർ പീപ്പിൾസ് മണി. സമ്പന്നർ ലോൺ എങ്ങനെ ഉപയോഗിക്കുന്നു, ലെവറേജ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ടാക്സ് സിസ്റ്റം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് എന്നൊക്കെ നാം മനസ്സിലാക്കി. എന്നാൽ വെൽത്ത് ക്രിയേഷന്റെ ലോകത്ത് വളരെ ശക്തമായ മറ്റൊരു കൺസെപ്റ്റ് കൂടിയുണ്ട്. ഇത് മനസ്സിലാക്കാതെ പണത്തിന്റെ യഥാർത്ഥ കളി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കൺസെപ്റ്റാണ് OPM. OPM എന്നാൽ അതർ പീപ്പിൾസ് മണി, അഥവാ മറ്റുള്ളവരുടെ പണം. കേൾക്കുമ്പോൾ ഇത് അല്പം വിചിത്രമായി തോന്നാം. എന്നാൽ സത്യമെന്തെന്നാൽ ലോകത്തിലെ ഒട്ടുമിക്ക വലിയ ബിസിനസ്സുകളും കമ്പനികളും ഈ സിദ്ധാന്തത്തിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും OPM നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. നിങ്ങളുടെ പണം ബാങ്കിൽ സുരക്ഷിതമാണെന്നും അതിന് നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ടെന്നും നിങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ ബാങ്ക് ആ പണം വെറുതെ വയ്ക്കുന്നില്ല. ബാങ്ക് ആ പണം മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിന് ലോണായി നൽകുന്നു. അതായത് നിങ്ങളുടെ പണം ബാങ്കിനൊരു ക്യാപിറ്റലായി മാറുന്നു. ആ പണം മറ്റൊരാൾക്ക് OPM ആയി മാറുന്നു. ബാങ്ക് ആ പണത്തിന് നിങ്ങൾക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് നൽകുകയും ലോൺ എടുത്തവരിൽ നിന്ന് കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുകയും ചെയ്യുന്നു. ഈ വ്യത്യാസമാണ് ബാങ്കിന്റെ ലാഭം. അതായത് ബാങ്ക് യഥാർത്ഥത്തിൽ സ്വന്തം പണം കൊണ്ടല്ല, മറ്റുള്ളവരുടെ പണം കൊണ്ടാണ് പണം ഉണ്ടാക്കുന്നത്. ഇതാണ് OPMന്റെ ഏറ്റവും ലളിതമായ ഉദാഹരണം. ഇനി ഇതൊരു വലിയ തലത്തിൽ മനസ്സിലാക്കാം. ലോകത്തിലെ മിക്കവാറും എല്ലാ വലിയ കമ്പനികളും ഏതെങ്കിലും രൂപത്തിൽ OPM ഉപയോഗിക്കുന്നുണ്ട്. ഒരു കമ്പനി ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ അതിന്റെ ഷെയറുകൾ വാങ്ങുമ്പോൾ അവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ പണം കമ്പനിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഈ പണം ഉപയോഗിച്ച് കമ്പനി തങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുന്നു, പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുന്നു, പുതിയ മെഷീനുകൾ വാങ്ങുന്നു, പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നു. കമ്പനി വിജയിച്ചാൽ അതേ പണം ഭാവിയിൽ കൂടുതൽ വാല്യൂ ഉണ്ടാക്കുന്നു. അതായത് കമ്പനി മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് തങ്ങളുടെ ബിസിനസ് വലുതാക്കി. ഇതാണ് OPM. പ്രശസ്ത നിക്ഷേപകനായ വാറൻ ബഫറ്റും ഈ തന്ത്രം ഗംഭീരമായി ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനിയായ ബർക്ക്ഷയർ ഹാത്വേയ്ക്ക് കീഴിൽ നിരവധി ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഇവിടെ വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ആളുകൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എല്ലാ വർഷവും പ്രീമിയം അടയ്ക്കുന്നു. എന്നാൽ ആ പണം ഉടനടി ക്ലെയിമായി ഉപയോഗിക്കുന്നില്ല. ആ പണം കുറച്ചു കാലത്തേക്ക് കമ്പനിയുടെ പക്കൽ തന്നെ കിടക്കും. ഇൻഷുറൻസ് ലോകത്ത് ഈ പണത്തെ ഫ്ലോട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ ഫ്ലോട്ട് യഥാർത്ഥത്തിൽ അതർ പീപ്പിൾസ് മണിയാണ്. അതായത് ഈ പണം കമ്പനിയുടേതല്ല, എന്നാൽ കുറച്ചു കാലത്തേക്ക് കമ്പനിക്ക് നിക്ഷേപം നടത്താൻ ലഭ്യമായിരിക്കും. വാറൻ ബഫറ്റ് ഈ പണം വളരെ ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുന്നു. അദ്ദേഹം ഈ ഫ്ലോട്ട് സ്റ്റോക്കുകളിലും കമ്പനികളിലും മറ്റ് അസറ്റുകളിലും നിക്ഷേപിക്കുന്നു. അതിൽ നിന്ന് മികച്ച റിട്ടേൺ ലഭിച്ചാൽ അത് കമ്പനിക്ക് വലിയ ലാഭമായി മാറുന്നു. അതായത് അദ്ദേഹം മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് വെൽത്തുണ്ടാക്കി. വാറൻ ബഫറ്റിനെ ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളായി കണക്കാക്കാൻ ഇതും ഒരു കാരണമാണ്. OPM എന്നാൽ മറ്റുള്ളവരുടെ പണം വെറുതെ ഉപയോഗിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. മറ്റുള്ളവരുടെ പണത്തിന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുക എന്നതാണ് OPMന്റെ യഥാർത്ഥ അർത്ഥം. കാരണം മറ്റുള്ളവരുടെ പണം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ അവരുടെ വിശ്വാസവും അടങ്ങിയിട്ടുണ്ട്. ഈ വിശ്വാസത്തിലാണ് മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയും നിലനിൽക്കുന്നത്. വിശ്വാസം തകർന്നാൽ OPMന്റെ മുഴുവൻ സിസ്റ്റവും തകർന്നേക്കാം. അതിനാൽ വിജയകരമായ നിക്ഷേപകരും സംരംഭകരും OPM വളരെ ആലോചിച്ചുപയോഗിക്കുന്നു. അവർ ആദ്യം വാല്യൂ ഉണ്ടാക്കുന്നു, പിന്നെ ആളുകളുടെ വിശ്വാസം നേടുന്നു. അതിനുശേഷം മാത്രമേ വലിയ തോതിൽ മറ്റുള്ളവരുടെ പണം തങ്ങളുടെ വിസനുമായി കൂട്ടിച്ചേർക്കുന്നുള്ളൂ. പല സ്റ്റാർട്ടപ്പ് ഫൗണ്ടർമാരും തുടക്കത്തിൽ ചെറിയ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ചെറിയ ലാഭം കാണിച്ച് തങ്ങളുടെ മോഡൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആളുകൾ കാണുമ്പോൾ മാത്രമാണ് നിക്ഷേപകർ അവർക്ക് പണം നൽകാൻ തയ്യാറാകുന്നത്. അതായത് ആദ്യം വിശ്വാസമുണ്ടാകുന്നു, പിന്നെ OPM വരുന്നു. ഫിനാൻസിന്റെ ലോകത്തെ വലിയൊരു നിയമമാണിത്. മറ്റുള്ളവരുടെ പണം ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ആളുകൾ വിശ്വസിക്കുമ്പോൾ മാത്രമേ അവർ പണം നൽകുകയുള്ളൂ. അതിനാൽ OPM ഒരു കുറുക്കുവഴിയല്ല, ഇതൊരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കുന്നവർക്ക് OPMനെ ശക്തമായൊരു വെൽത്ത് ക്രിയേഷൻ ടൂളായി മാറ്റാൻ കഴിയും. ലോകത്തെ പല വലിയ ബിസിനസ്സുകളും കമ്പനികളും നിക്ഷേപങ്ങളും ഈ സിദ്ധാന്തത്തിൽ നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. സ്വന്തം പണം കൊണ്ടല്ല,
ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെ പണം കൊണ്ടും വെൽത്തുണ്ടാക്കുക എന്നതാണ് OPMന്റെ യഥാർത്ഥ കളി. പാർട്ട് 8 സ്പീഡ് വേഴ്സസ് സേഫ്റ്റി. ലോൺ എന്താണെന്നും ലെവറേജ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും സമ്പന്നർ OPM അതായത് അതർ പീപ്പിൾസ് മണി എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും ടാക്സ് സിസ്റ്റം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണെന്നും നാം മനസ്സിലാക്കി. എന്നാൽ വെൽത്ത് ഉണ്ടാക്കുന്ന ഈ മുഴുവൻ കഥയിലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമുണ്ട്. പലരും അത് അവഗണിക്കുന്നു. അതാണ് സ്പീഡ്, അതായത് വേഗത. പണത്തിന്റെ ലോകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് മാത്രമല്ല പ്രധാനം, നിങ്ങൾ എത്ര വേഗത്തിൽ ചെയ്യുന്നു എന്നതും പ്രധാനമാണ്. ഇവിടെ നിന്നാണ് സ്പീഡും സേഫ്റ്റിയും തമ്മിലുള്ള വളരെ രസകരമായ ഒരു വ്യത്യാസം വരുന്നത്. മിഡിൽ ക്ലാസ് സാധാരണയായി എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. മിഡിൽ ക്ലാസിന്റെ ചിന്താഗതി പലപ്പോഴും സുരക്ഷയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. റിസ്കുകളിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ചെറുപ്പത്തിൽ തന്നെ അവരെ പഠിപ്പിക്കുന്നത്. ആദ്യം നല്ലൊരു ജോലി നേടുക, പിന്നെ പതുക്കെ പതുക്കെ പണം സ്വരുക്കൂട്ടുക. ആവശ്യത്തിന് പണമാകുമ്പോൾ മാത്രം വലുതായി എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ ചിന്തയനുസരിച്ച് അവരുടെ യാത്ര ഇങ്ങനെയായിരിക്കും. ആദ്യം 10 വർഷത്തെ സേവിംഗ്, പിന്നെ ബിസിനസ്, പിന്നെ നിക്ഷേപം, എല്ലാം സുരക്ഷിതം, എന്നാൽ വളരെ പതുക്കെ. പലരും ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങൾ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. ആദ്യം മുഴുവൻ മൂലധനവും ഉണ്ടാക്കിയിട്ട് പിന്നെ ബിസിനസ്സിലേക്കോ നിക്ഷേപത്തിലേക്കോ കടക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ ഈ പ്രക്രിയയിൽ പലപ്പോഴും ഒരു കാര്യം അവർ മറന്നുപോകുന്നു: സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല. ബിസിനസ് ലോകത്ത് സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മാർക്കറ്റ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു, ടെക്നോളജി മാറുന്നു, പുതിയ അവസരങ്ങൾ വരുന്നു. കുറച്ചു സമയത്തിനു ശേഷം അവ ഇല്ലാതാകുകയും ചെയ്യുന്നു. പൂർണ്ണമായി സുരക്ഷിതനാകാൻ ഒരാൾ കാത്തിരുന്നാൽ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന പല നല്ല അവസരങ്ങളും നഷ്ടപ്പെട്ടേക്കാം. ഇവിടെയാണ് സമ്പന്നരുടെ ചിന്താഗതി മിഡിൽ ക്ലാസിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. സമ്പന്നരും റിസ്ക് മനസ്സിലാക്കുന്നു, എന്നാൽ അവർ സുരക്ഷയെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, അവർ സ്പീഡിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ശരിയായ അവസരം വന്നാൽ അത് പിടിക്കാൻ കൃത്യസമയത്ത് തീരുമാനമെടുക്കണമെന്ന് അവർക്കറിയാം. പലപ്പോഴും ലോൺ ഇവിടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സമ്പന്നർ പലപ്പോഴും ലോൺ ഉപയോഗിക്കുന്നത് പണത്തിനു വേണ്ടി മാത്രമല്ല, അവർ സമയം വാങ്ങാൻ വേണ്ടി ലോൺ ഉപയോഗിക്കുന്നു. അതായത് മറ്റുള്ളവർ വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആ അവസരം അവർ ഇപ്പോൾ തന്നെ പിടിക്കുന്നു. ബിസിനസിന്റെ ലോകത്ത് ഈ സിദ്ധാന്തം വളരെ വ്യക്തമാണ്. വേഗത്തിൽ പ്രവർത്തിക്കുന്നവൻ മാർക്കറ്റിൽ ആദ്യമെത്തുന്നവന് വലിയ ലാഭം കിട്ടുന്നു. ഇത് മനസ്സിലാക്കാൻ വളരെ വലിയൊരു ഉദാഹരണമാണ് മുകേഷ് അംബാനിയും അദ്ദേഹത്തിന്റെ പ്രൊജക്ട് റിലയൻസ് ജിയോയും. റിലയൻസ് ജിയോ ലോഞ്ചായപ്പോൾ അത് ഇന്ത്യയിലെ ടെലികോം ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ചു. എന്നാൽ ഈ പ്രൊജക്ടിന് പിന്നിൽ ഒരു പുതിയ കമ്പനി മാത്രമായിരുന്നില്ല. ഇതിന് പിന്നിൽ വലിയൊരു വിഷനും വലിയൊരു റിസ്ക്കുമുണ്ടായിരുന്നു. റിലയൻസ് ജിയോ ഉണ്ടാക്കാൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം നടത്തി. ഇതിൽ ഭൂരിഭാഗവും ലോണായി എടുത്തതായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വലിയ ചോദ്യം വരുന്നു: മുകേഷ് അംബാനിയുടെ കയ്യിൽ പണമില്ലായിരുന്നു. സ്വന്തം പണം കൊണ്ട് പതുക്കെ നിക്ഷേപം നടത്താമെന്ന് അദ്ദേഹം കരുതിയിരുന്നെങ്കിൽ ആ അവസരം തന്നെ കൈവിട്ടു പോകുമായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ടെലികോമിന്റെ ലോകത്ത് ടെക്നോളജി വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡാറ്റയുടെ ഭാവി വേഗത്തിൽ വളരുകയായിരുന്നു. ഇന്റർനെറ്റിന്റെ ഉപയോഗം വർദ്ധിക്കുകയായിരുന്നു. ഇന്ത്യയിൽ മൊബൈൽ ഡാറ്റ വിപ്ലവം തുടങ്ങാൻ കഴിയുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് റിലയൻസ് ജിയോ വന്നില്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി ആ അവസരം ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കാത്തിരുന്നില്ല. അദ്ദേഹം സ്പീഡ് തിരഞ്ഞെടുത്തു. വൻതോതിൽ നിക്ഷേപം നടത്തി, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, നെറ്റ്വർക്ക് തയ്യാറാക്കി ജിയോയെ രാജ്യം മുഴുവൻ ലോഞ്ച് ചെയ്തു. ഫലം എന്തായിരുന്നു? ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ജിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനികളിലൊന്നായി മാറി. ഈ ഉദാഹരണത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാകുന്നു: ചിലപ്പോൾ കൃത്യസമയത്ത് എടുത്ത റിസ്ക്കും ശരിയായ രീതിയിൽ ഉപയോഗിച്ച ലെവറേജും ഒരു സാധാരണ അവസരത്തെ വലിയ വിജയമാക്കി മാറ്റാം. ഇതാണ് സ്പീഡും സേഫ്റ്റിയും തമ്മിലുള്ള വ്യത്യാസം. സേഫ്റ്റി നിങ്ങളെ സുരക്ഷിതമായി നിർത്തും, എന്നാൽ സ്പീഡ് നിങ്ങളെ മുന്നിലെത്തിക്കും. ചിന്തിക്കാതെ റിസ്ക് എടുക്കണം എന്നല്ല ഇതിനർത്ഥം. ശരിയായ അവസരത്തെ വെറും ഭയം കാരണം ഉപേക്ഷിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് എന്നാണ് ഇതിനർത്ഥം. വിജയകരമായ സംരംഭകർ പലപ്പോഴും റിസ്ക് മനസ്സിലാക്കുന്നു, എന്നാൽ അവർ അവസരത്തെയും തിരിച്ചറിയുന്നു. ശരിയായ പ്ലാനിംഗ്, ശരിയായ റിസർച്ച്, ശരിയായ സ്ട്രാറ്റജി എന്നിവയിലൂടെ എടുത്ത തീരുമാനം ജീവിതം മാറ്റിമറിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും സമ്പന്നർ വെറും മൂലധനത്തിനു വേണ്ടിയല്ലാതെ സമയവും വേഗതയും നേടാൻ വേണ്ടി ലോൺ ഉപയോഗിക്കുന്നത്. കാരണം ബിസിനസിന്റെ ലോകത്ത് പലപ്പോഴും ശരിയായ സമയത്ത് ശരിയായ നീക്കം നടത്തുന്നവരാണ് വിജയിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ മുഴുവൻ ചർച്ചകൾക്കും ശേഷം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ലോൺ സ്വയം നല്ലതുമല്ല, ചീത്തയുമല്ല. ലോൺ ഒരു ടൂൾ മാത്രമാണ്. ഏത് ടൂളിനെയും പോലെ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഒരേ കത്തി ഉപയോഗിച്ച് ഒരാൾക്ക് ഭക്ഷണം മുറിക്കാം, മറ്റൊരാൾക്ക് അത് അപകടകരവുമാകാം. അതുപോലെ തന്നെ ലോണും ഒരാളുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയും മറ്റൊരാളുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യാം. എല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു? ഒരാൾ ലോൺ എടുത്ത് തന്റെ ലൈഫ് സ്റ്റൈൽ മാത്രം വലുതാക്കിയാൽ പതുക്കെ ആ ലോൺ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും. ലോൺ എടുത്ത് വില കൂടിയ കാർ വാങ്ങിയാൽ, ക്രെഡിറ്റ് കാർഡ് കൊണ്ട് കുറച്ചു നേരത്തെ സന്തോഷത്തിനു വേണ്ടി സാധനങ്ങൾ വാങ്ങിയാൽ, ഭാവിയിൽ വരുമാനം തരാത്ത കാര്യങ്ങൾക്കായി EMI എടുത്താൽ പതുക്കെ ആ ലോൺ ഭാരമായി മാറും. ലോൺ ഭാരമായി മാറിയാൽ മനുഷ്യന്റെ ജീവിതം EMI അടച്ചു തീർക്കാൻ മാത്രമായി മാറും. എല്ലാ മാസവും സാലറി വരും, അതിന്റെ വലിയൊരു ഭാഗം ബാങ്കിലേക്ക് പോകും.
പതുക്കെ ജീവിതം ഒരു വലയത്തിലകപ്പെടും. അവിടെ മനുഷ്യൻ നിരന്തരം ജോലി ചെയ്യും, എന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അവനിൽ നിന്ന് അകന്നുപോകും. ഇവിടെ ബാഡ് ഡെപ്റ്റ് മനുഷ്യനെ സാമ്പത്തികമായി തളർത്തുന്നു. എന്നാൽ വ്യത്യസ്തമായ ചിന്തയോടെയാണ് അതേ ലോൺ എടുക്കുന്നതെങ്കിൽ അത് വലിയൊരു കോണിപ്പടിയാകും. ഭാവിയിൽ പണമുണ്ടാക്കുന്ന കാര്യങ്ങൾക്കായി ലോൺ ഉപയോഗിച്ചാൽ, ബിസിനസ് ഉണ്ടാക്കാൻ ലോൺ ഉപയോഗിച്ചാൽ, എല്ലാ മാസവും വാടക ലഭിക്കുന്ന പ്രോപ്പർട്ടി വാങ്ങാൻ ലോൺ ഉപയോഗിച്ചാൽ, കാലക്രമേണ വാല്യൂ വർദ്ധിക്കുന്ന അസറ്റുകൾക്കായി ലോൺ ഉപയോഗിച്ചാൽ അതേ ലോൺ വെൽത്ത് ഉണ്ടാക്കാനുള്ള വഴിയാകും. ഇവിടെയാണ് ഗുഡ് ഡെപ്റ്റും ബാഡ് ഡെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാകുന്നത്. ലോൺ കൊണ്ട് ലൈഫ് സ്റ്റൈൽ വാങ്ങിയാൽ അത് നിങ്ങളെ പതുക്കെ ദരിദ്രനാക്കാം. എന്നാൽ ലോൺ കൊണ്ട് അസറ്റും ക്യാഷ് ഫ്ലോയും ഉണ്ടാക്കിയാൽ അത് നിങ്ങളെ സാമ്പത്തികമായി കരുത്തനാക്കാം. ഇതാണ് ചിന്തയുടെ യഥാർത്ഥ വ്യത്യാസം. മിഡിൽ ക്ലാസ് പലപ്പോഴും ലോണിനെ ഭയക്കുന്നു, കാരണം അവർ ലോണിന്റെ ചീത്തമുഖം കൂടുതലായി കണ്ടിട്ടുണ്ട്. എന്നാൽ സമ്പന്നർ ലോണിനെ ഒരു സ്ട്രാറ്റജി പോലെ കാണുന്നു. ശരിയായ അറിവും ശരിയായ പ്ലാനിങ്ങും ശരിയായ അച്ചടക്കവുമുണ്ടെങ്കിൽ ലോണിനെ മികച്ച വെൽത്ത് ബിൽഡിംഗ് ടൂൾ ആക്കാമെന്ന് അവർക്കറിയാം. ഇതുകൊണ്ടാണ് ലോകത്തെ പല വലിയ ബിസിനസ്സുകളും വലിയ കമ്പനികളും വലിയ നിക്ഷേപങ്ങളും ലെവറേജിലൂടെയും ലോണിലൂടെയും കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ലോൺ ഉപയോഗിക്കുന്നതിന് മുൻപ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. പണത്തിന്റെ കളി അറിയാത്ത ഒരാൾക്ക് ലോൺ വലിയൊരു പ്രശ്നമാകും. എന്നാൽ പണം എങ്ങനെ പ്രവർത്തിക്കുന്നു, ക്യാഷ് ഫ്ലോ എങ്ങനെയുണ്ടാകുന്നു, നിക്ഷേപം എങ്ങനെ വളരുന്നു എന്നറിയുന്ന ഒരാൾക്ക് ആ ലോണിനെ അവസരമാക്കി മാറ്റാം. അതുകൊണ്ട് ലോൺ എടുക്കണമോ വേണ്ടയോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. പണത്തിന്റെ ഈ കളി കളിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. കാരണം അവസാനം പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യാതെ പണത്തെക്കൊണ്ട് തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്നവരാണ് മുന്നേറുന്നത്. ഓർക്കുക, സമ്പന്നർ പണത്തിനു വേണ്ടി ജോലി ചെയ്യാറില്ല, അവർ പണത്തെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ഈയൊരു ചിന്ത സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ പടിയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും പണത്തെക്കുറിച്ചും ലോണിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ചിന്തയെ മാറ്റാൻ ഈ വീഡിയോ കുറച്ചെങ്കിലും സഹായിക്കുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്ക് ഇത്തരം കണ്ടന്റ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞങ്ങളോട് പറയുന്നു. ഇത് കൂടുതൽ നല്ല വീഡിയോകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകുന്നു. പണത്തിന്റെ യഥാർത്ഥ കളി മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫിനാൻഷ്യൽ മൈൻഡ്സെറ്റ്, ഇൻവെസ്റ്റിംഗ്, വെൽത്ത് ബിൽഡിംഗ്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്നിവയെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനലായ ലെജൻഡ് ഓഫ് ഫിനാൻസ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പണം സമ്പാദിക്കാൻ മാത്രമല്ല, പണത്തെ മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ചാനൽ. സങ്കീർണമായ ഫിനാൻഷ്യൽ കൺസെപ്റ്റുകൾ ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കാനാണ് ഞങ്ങൾ ഇവിടെ ശ്രമിക്കുന്നത്. അതിലൂടെ ഓരോ സാധാരണക്കാരനും അവ മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രയോഗിക്കാനും കഴിയും. പിന്നെ നിങ്ങളുടെ ചിന്ത എന്താണെന്ന് തീർച്ചയായും കമന്റിൽ പറയുക. ഗുഡ് ഡെപ്റ്റ് ഉപയോഗിച്ച് അസറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ, അതോ ബാഡ് ഡെപ്റ്റിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? നിങ്ങളുടെ മറുപടി അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഈ സംഭാഷണവും ഈ പഠന പ്രക്രിയയും നമ്മെ എല്ലാവരെയും സാമ്പത്തികമായി ശക്തരാക്കും. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.